അടിയന്തര സാഹചര്യങ്ങളിൽ സാധാരണക്കാർക്കും ജീവൻ രക്ഷിക്കുവാൻ കഴിവുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ 25-ാം വാർഡ് മെമ്പർ പി രജിതയുടെ നേതൃത്വത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് ജീവൻ രക്ഷാ നൈപുണ്യങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ സാധാരണക്കാരെയും ജീവൻ രക്ഷിക്കാൻ കഴിവുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 25-ലെ മെമ്പറും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി രജിതയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ക്ലബ്ബിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അവിടെ ബേസിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളുമായിട്ടുള്ള ഒരു ക്ലാസ്സായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഔപചാരികതകളൊന്നുമില്ലാതെ തന്നെ നമ്മൾ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് ജീവൻ രക്ഷാ നൈപുണ്യങ്ങൾ പകർന്നു നൽകുന്നതിൽ പരിപാടി ഏറെ ശ്രദ്ധേയമായി. പരിശീലനത്തിൽ വാർഡിലെ നിവാസികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, ആശാവർക്കർമാർ, സർക്കാർ സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി വലിയൊരു വിഭാഗം ആളുകൾ പങ്കെടുത്തു. സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം പരിപാടിയുടെ പ്രാധാന്യവും സ്വീകാര്യതയും തെളിയിക്കുന്നതായിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ ഹസനും ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്തുമാണ് പരിശീലന ക്ലാസുകൾ നയിച്ചത്. അപ്പോൾ ചെയ്യാതെ നമ്മൾ അവരെ സഹായിക്കാൻ പോയാൽ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്കും ഇതിൽ 3 ഉദാഹരണങ്ങൾ പറഞ്ഞത് ഒരൊറ്റ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരാളെ സഹായിക്കാൻ പോകുന്നതിന് മുമ്പ് അത് സേഫ് ആണോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ സീൻ സേഫ്റ്റി. സഹായിച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ നമ്മൾ നോക്കാം. രണ്ടാമതായി ഒരാൾ വീണെടുക്കാം, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, അത് സേഫാണ്. റോഡിലാണ് വീണെടുക്കുന്നെങ്കിൽ അപ്പുറം വണ്ടി വരുന്നില്ലെങ്കിൽ ഒന്ന് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റുന്നത്. ഒരാളെ ഷോക്കടിച്ച് കിടക്കുന്ന നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, ഒന്ന് മെയിൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ കറണ്ട് വരില്ല, എന്നിട്ട് ആളെ സൈഡിലേക്ക് നീക്കിയെടുക്കാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ രക്ഷിക്കാനുള്ള ഒരേ ഒരു അവസരം തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളായിരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഒരാൾ കഴിഞ്ഞ് വീണപ്പോൾ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കേണ്ട സമയം കിട്ടും, പക്ഷെ അപ്പോഴേക്കും വൈകിയിരിക്കും. നമുക്ക് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റ് കൊടുക്കും. 1000 മിനിറ്റ് വേണ്ട, 6 മിനിറ്റ് മതി ഇയാളുടെ മസ്തിഷ്കത്തിന് ഫലം സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത ജോലി ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ കുഴഞ്ഞ് വീഴുന്നവരെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും രക്ഷിക്കാമല്ലോ. അങ്ങനെയല്ല, ഈ കുഴഞ്ഞു വീഴുന്നതിൽ ഒരു നല്ല ചെറിയ ശതമാനമെങ്കിലും ഹൃദയം നിശ്ചലമായി പോകുന്നതാണ് കുഴഞ്ഞു. നമ്മൾ കേൾക്കുന്ന ഹാർട്ട് അറ്റാക്കല്ല, ഹൃദയത്തിൻ്റെ ചലനം നിലച്ചു പോവുക. അത്തരം ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. ഹൃദയാഘാതം, ശ്വാസതടസ്സം, പെട്ടെന്ന് കുഴഞ്ഞു വീഴൽ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ ഉടൻ പ്രതികരിക്കണം, എങ്ങനെ ശരിയായ രീതിയിൽ CPR നൽകണം, എങ്ങനെ ജീവൻ നിലനിർത്താൻ പ്രാഥമിക സഹായം നൽകണം തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി അവതരിപ്പിച്ചു. 3 തവണ വിളിക്കുക. 3 തവണയ്ക്കുള്ളിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതിന് മാക്സിമം 6 സെക്കൻഡാണ് സമയം കൊടുക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ ആൾ ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഇല്ല. അപ്പോൾ അതിനെന്താക്കണം? തലയുടെ അവിടെ നിന്ന് ചെരിഞ്ഞ് നോക്കി നെഞ്ച് പൊങ്ങും താഴും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആൾ പൊങ്ങും താഴും ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ ആളെ വിളിക്കുക, കൂടെ നടക്കുന്ന ആളെ വിളിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുക? കൈ നീട്ടുക, ലോക്ക് ചെയ്യുക, കറക്റ്റ് ഇവിടുന്ന് ഒരു ലൈൻ പോലെ സങ്കല്പിക്കുക. 2 നിപ്പിളിൻ്റെ മിഡ് പോയിന്റ് കറക്റ്റ് ഇവിടെ വയ്ക്കുക, അങ്ങനെ ലോക്ക് ചെയ്യുക. മുട്ട് മടങ്ങാൻ പാടില്ല, 90 ഡിഗ്രിയിൽ നേരെ നിൽക്കുക. 1 2 6 7 8 9 10 11 12 13 ഇപ്പോൾ തോന്നുന്നത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1 കൈ സ്ട്രെയിറ്റ് പിടിക്കുക, 2 ലോക്ക് ചെയ്യുക, 3 കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുക, 4 നിൽക്കുക. നിൽക്കുമ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ അടക്കം താഴ്ന്നു പോകണം. ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നിൽക്കിയാൽ പോരാ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ നിൽക്കുമ്പോൾ ഒരുപാട് നിൽക്കിക്കഴിഞ്ഞാൽ വാരിയലിൽ പൊട്ടിപ്പോയാലോ എന്തെങ്കിലും സംഭവിച്ചാലോ ഒരു ടെൻഷനുണ്ട്. ആൾക്ക് ജീവനില്ല, ആൾ ശ്വാസം വലിക്കുന്നില്ല, ആളുടെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആളെ രക്ഷിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യണം. ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഒക്കെ താഴ്ന്നു പോകണം.
അതുപോലെ തന്നെ തെക്കി പിടിക്കരുത്. പിടിച്ച സാധനം മാക്സിമം റീകോയിൽ ചെയ്യാൻ വേണ്ടി നോക്കണം. വിവരണാത്മക പരിശീലനത്തിനു പുറമെ പരിശീലനത്തിൽ പങ്കെടുത്തവരെ ഡമ്മികൾ ഉപയോഗിച്ച് പ്രായോഗിക പരിശീലനത്തിലൂടെയും പരിശീലിപ്പിച്ചു. ഓരോരുത്തർക്കും നേരിട്ട് പരിശീലനം നൽകിയത് പരിപാടിയുടെ പ്രത്യേകതയായിരുന്നു. ഇതിലൂടെ പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള കഴിവ് കൈവരിച്ചു. പരിപാടിയുടെ ഭാഗമായി സമൂഹത്തിൽ ഇത്തരം ജീവൻ രക്ഷാ പരിശീലനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. നാളെ നമ്മൾ കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തണം എന്ന സന്ദേശമാണ് പരിശീലനം മുന്നോട്ട് വെച്ചത്. പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഇത്തരം പരിശീലന പരിപാടികൾ ഭാവിയിൽ കൂടുതൽ വ്യാപകമാക്കേണ്ടതുണ്ടെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. വാർഡ് കൗൺസിലർമാരായ രജനി, ജയ സുഗു, കിഷോർ മത്തായി, രാജശ്രീ രാജു, മജീദ്, സജി മത്തായി, റബിൻസ്, സജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.